നമസ്കാരം. നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആരാണ് പൊന്നുണ്ണി വിഷ്ണുമായ ചാത്തൻ? എങ്ങനെ വിഷ്ണുമായ എന്ന നാമധേയം അദ്ദേഹത്തിന് ലഭിച്ചു? ശ്രീ വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിലെ ആകുലതകൾ ക്ഷിപ്രവേഗത്തിൽ എങ്ങനെ മാറുന്നു? ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പോകുന്നത് ശ്രീ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയിലേക്കാണ്. ഈ അധ്യായം കാണുന്നതിനോടൊപ്പം തന്നെ താഴെ വലതുഭാഗത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് എല്ലാവരുടെയും സപ്പോർട്ട് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. ശ്രീ വിഷ്ണുമായ സ്വാമിയെ കുറിച്ച് വിവരിക്കുക എന്നത് ഒരു അധ്യായത്തിലോ 1000 അധ്യായങ്ങളിലോ സംഭവ്യമായ കാര്യമല്ല. കാരണം അദ്ദേഹത്തിന്റെ അനുഗ്രഹ ആശസ്സുകൾ വിവരണാതീതമാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ പുണ്യമായ ശ്രവണത്തിലേക്ക് കടക്കാം. ഓം ശ്രീ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയെ നമഃ. പുരാണപ്രകാരം പൂർവജന്മത്തിൽ കൈലാസത്തിൽ ശ്രീ പാർവതി ദേവിയുടെ പരിചാരിണിയായിരുന്നു കൂളിവാക എന്ന മനസ്സുനി. മനസ്സുനി എന്ന നാമധേയത്തിലായിരുന്നു കൂളിവാകയുടെ പൂർവജന്മത്തിലെ പേര്. ഉണ്ണി ഗണപതി ജനിച്ച ശേഷം ഒരു നാൾ മാതൃത്വത്തിന്റെ ഉയർന്ന ഭാവത്തിലായിരുന്ന യക്ഷിണിയായ മനസ്സിനെ ഗണപതി ഭഗവാന് മുലയൂട്ടി. ഇന്നേരം ഇത് കണ്ടുവന്ന മാതാവ് ശ്രീ പാർവതി ദേവി കോപിഷ്ഠയാവുകയും മനസ്സിനെ ശപിക്കുകയും ചെയ്തു. കോപമടങ്ങിയ പാർവതി ദേവിക്ക് മനസ്സിനിയോട് ക്ഷമ തോന്നുകയും ശാപമോക്ഷമായി ചണ്ടാല കുലത്തിൽ ജന്മമെടുക്കുന്ന മനസ്സിനെ കൂളിവാക എന്ന നാമധേയത്തിൽ അറിയപ്പെടുമെന്നും കന്യക ആയിരിക്കുമ്പോൾ തന്നെ ശിവപുത്രനെ മുലയൂട്ടാൻ ഭാഗ്യം വരുമെന്നും അതിലൂടെ ശാപമോക്ഷം വരുമെന്നും അരുൾ ചെയ്തു. ചണ്ടാലകുലത്തിൽ പുനർജന്മം എടുത്ത മനസ്സിനെ കൂളിവാക എന്ന നാമധേയത്തിൽ വളർന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീ പരമേശ്വരനും ഭൂതഗണങ്ങളും പള്ളി നായാട്ടിന് വരികയും മഹർഷി വര്യന്മാർക്കും ജനങ്ങൾക്കും നാശം വരുത്തുന്ന അസുരന്മാരെ നിഗ്രഹിച്ച ശേഷം കൂളിക്കുന്ന് എന്ന കാനനത്തിന്റെ അരികിലുള്ള കാട്ടാറിൽ സ്നാനം ചെയ്തു വിശ്രമിക്കുമ്പോൾ കാട്ടാറിന്റെ ഒരു ഭാഗത്ത് നീരാടുന്ന കൂളിവാകയെ കാണുകയും ശ്രീ പരമേശ്വരന് കൂളിവാകയിൽ സ്നേഹം വരികയും ചെയ്തു. കൂളിവാകയുടെ അരികിൽ ചെന്ന് തന്റെ ഇംഗിതം ധരിപ്പിക്കുകയും ചെയ്തു. തന്റെ പ്രാണനായ ശ്രീ പാർവതി ദേവിയുടെ പകുതിയായ ശ്രീ പരമേശ്വരനാണെന്ന് മനസ്സിലാക്കിയ കൂളിവാക ഭഗവാന്റെ ആഗ്രഹത്തിന് വഴങ്ങിയാൽ പാർവതി ദേവിയുടെ ശാപമേൽക്കേണ്ടി വരുമെന്ന് അറിയാമായിരുന്ന കൂളിവാക താനിപ്പോൾ അശുദ്ധിയാണെന്ന് കള്ളം പറയുകയും 7ാമത്തെ ദിവസം അശുദ്ധി മാറി ഭഗവാന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊള്ളാമെന്ന് പറയുകയും ചെയ്തു. ശേഷം പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയും കൂളിവാകയ്ക്ക് മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കാര്യങ്ങൾ ധരിപ്പിച്ച കൂളിവാകയോട് പാർവതി ദേവി, നിന്റെ സ്ഥാനത്ത് വേഷം മാറി 7ാം നാൾ നാം പൊയ്ക്കൊള്ളാമെന്നും ഭഗവാന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാം എന്നും പറഞ്ഞു. ശേഷം അനുഗ്രഹം നൽകി അപ്രത്യക്ഷമായി. 7ാം നാൾ കൂളിവാകയുടെ രൂപം കൊണ്ട് പാർവതി ദേവി കാട്ടാറിന്റെ തീരത്ത് വെച്ച് ശ്രീ പരമേശ്വരനുമായി സംയോഗിക്കുകയും ശ്രീ പരമേശ്വരൻ കൂളിവാകയായ ശ്രീ പാർവതി ദേവിയോട്, നിനക്ക് ഉത്തമനും ത്രിലോകങ്ങൾക്കും രക്ഷകനായ പുത്രൻ ജനിക്കുമെന്നും പറഞ്ഞു. ശിവഭഗവാനിൽ നിന്നും കിട്ടിയ ബീജത്തിലൊന്ന് കാട്ടാറിന്റെ തീരത്ത് കുഴിച്ചെടുക്കുകയും മറ്റൊന്ന് ശ്രീ പാർവതി ദേവി കൂളിവാകയ്ക്ക് നൽകുകയും ചെയ്തു. നൽകിയ ശേഷം പാർവതി ദേവി കൂളിവാകയ്ക്ക് ശാപമോക്ഷത്തിനുള്ള വഴിയും പറഞ്ഞുകൊടുത്തു. ഉത്തമനും ത്രിലോകങ്ങൾക്കും രക്ഷകനായ പുത്രൻ ജനിക്കുമെന്നും പുത്രന് മുലയൂട്ടാൻ സാധിക്കുന്നതിലൂടെ കൂളിവാകയ്ക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞു. ശ്രീ പാർവതി ദേവിയിൽ നിന്നും ലഭിച്ച ബീജം കൂളിവാക ഭക്ഷിക്കുകയും തുടർന്ന് ഗർഭിണിയാവുകയും ചെയ്തു. പ്രസവ സമയത്ത് അസഹനീയ വേദനയാൽ വിഷമിച്ച കൂളിവാക സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഉദരത്തിൽ കിടക്കുന്ന ശിശു ഭഗവാന്റെ മായയാൽ പുറത്തു വരികയും ചെയ്തു. ഇതേ സമയം കാട്ടാറിൻ തീരത്ത് കുഴിച്ചിട്ടതിൽ നിന്നും 390 മായാചാത്തന്മാർ ജനിക്കുകയും ചെയ്തു.
കൂടിവാക തന്റെ മകനെ ചാത്തൻ എന്ന ഓമന പേരിട്ട് വിളിക്കുകയും മറ്റ് ചാത്തന്മാർക്കൊപ്പം വളർത്തിപ്പോരുകയും ചെയ്തു. കൂട്ടത്തിൽ ഏറ്റവും മൂത്തത് കരിങ്കുട്ടി ചാത്തനും ഇളയത് വിഷ്ണുമായ ചാത്തനും ആയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു തന്റെ പിതാവിനെ കാണുവാനെത്തിയ ചാത്തനെ ശിവഭൂതഗണങ്ങൾ കൈലാസത്തിൽ തടഞ്ഞു. തുടർന്ന് വിഷ്ണു ഭഗവാന്റെ രൂപത്തിൽ ശിവഭഗവാനെ ദർശിച്ച ചാത്തന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുകയും പ്രസന്നവദനായ ശ്രീ പരമേശ്വരൻ ചാത്തന് വിഷ്ണുമായ ചാത്തൻ എന്ന പേരും സിദ്ധികളും നൽകി അനുഗ്രഹിച്ചു. പാർവതി ദേവി മകന് എല്ലാ വരങ്ങളും നൽകുന്നതിനോടൊപ്പം തന്നെ ശത്രുക്കളെ നിഗ്രഹിക്കുവാൻ 3 ചാൺ നീളമുള്ള 2 കുറുവടികളും കൈലാസത്തിലെ ഏറ്റവും വലിയ മഹിഷത്തെ വാഹനമായി നൽകുകയും ചെയ്തു. 390 ചാത്തന്മാർ വിഷ്ണുമായ ചാത്തന് രക്ഷകരായും അജ്ഞാനവർത്തികളുമായി ഉണ്ടായിരിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. വിഷ്ണുമായ സ്വാമിയുടെ ജനനം ലോകത്തിന് സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്നതിനും സദ്ഗുണമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിനും ആസുരിക പ്രവൃത്തികളെ ഇല്ലാതാക്കുന്നതിനും ദുരാത്മാക്കളിൽ നിന്നും മോചിപ്പിച്ച് ഭക്തർക്ക് സദ്ഗതി നൽകി പോരുന്നു. ശ്രീ വിഷ്ണുമായ ചാത്തൻ ദുർമന്ത്രവാദപരമായ ദോഷങ്ങളെയും ദുഷ്ടശക്തികളെയും അകറ്റി ഭക്തന്മാരുടെ സംരക്ഷണത്തിനും അവരുടെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കും അനുഗ്രഹം ചൊരിയുന്നു. സ്വാമിക്ക് കേരളത്തിൽ ഒരുപാട് ഉപാസകരും സേവ ചെയ്യുന്നവരുമുണ്ട്. കൃത്യമായി വിഷ്ണുമായ സ്വാമിയെ ആരാധിക്കുന്നവർക്ക് വിളിച്ചാൽ വിളിപ്പുറത്താണ് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും. വളരെ ശ്രദ്ധയോടെയും സത്യസന്ധമായും ആചരിച്ചു കൊണ്ടുപോകേണ്ടുന്ന മൂർത്തിഭാവമാണ് വിഷ്ണുമായ ചാത്തൻ. പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെയും പൊന്നാരൻ കരിങ്കുട്ടി ചാത്തന്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.